ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നാളത്തെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 10 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും തന്നെ നമുക്ക് പറയാം. 100% നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഒരു ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒരു മേജർ ഒരു 8 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓരോ ചോദ്യം അതിൻ്റെ ഉത്തരവും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. എക്സ്പ്ലെയിൻ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ 1930s. 1930s ഗ്രേറ്റ് ഡിപ്രഷൻ ഇതൊരു 4 മാർക്കിനായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അതിലെ കണക്കുകളുണ്ടല്ലോ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 3 to 25% ആയിട്ട് ഇൻക്രീസ് ആയെന്നും അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് 33% ഡിക്രീസ് ആയെന്നുള്ളതും ആ കണക്കുകൾ നമ്മൾ ഇതിലെടുത്ത് എഴുതും. പിന്നെ ഫാക്ടറീസ് ലൈങ് ഐഡിയൽ, ഫാക്ടറീസ് എല്ലാം അടച്ചു പൂട്ടിക്കിടന്നു, പിന്നെ ഡിമാൻഡ് ലോ ആയത്, ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് പറയണം. ദെൻ എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റ് തീരുമാനിച്ച വിലയിനെക്കാട്ടിലും ലോവർ പ്രൈസ് ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ്. പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അത് എന്ത് സിറ്റുവേഷനിലേക്കാണ് നയിക്കുന്നത്? എക്സസ് ഡിമാൻഡ് സിറ്റുവേഷനിലേക്കാണ് നയിക്കുന്നത്. എക്സസ് ഡിമാൻഡ് വരുന്ന സമയത്ത് റേഷൻ കടകളിൽ ക്യൂ വരുന്നതും പിന്നെ ഗവൺമെൻറ് ഡ്യുവൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇതൊരു 4 മാർക്കിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 3 മാർക്കിനോ 2 മാർക്കിനോ പ്രോബ്ലം വരാം. അത് ഒന്നെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് 5 പ്രോബ്ലംസിൻ്റെ വീഡിയോയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ വേണ്ടിയിട്ട് P0/Q0 ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ആണ്. ദെൻ ബഡ്ജറ്റ് ലൈനിൻ്റെ പ്രോബ്ലം, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും അതിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ് അതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വിത്ത് ഡയഗ്രാം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വിത്ത് ഡയഗ്രാം 5 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ 5 മാർക്കിന് ചോദിക്കുമ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ദാറ്റ് പോയിന്റ് അറ്റ് വിച്ച് ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ് എന്ന് മാത്രം എഴുതി 5 മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് പേജ് ഒന്ന് നടക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്തിനെ പറ്റിയിട്ട് എഴുതാം? ബഡ്ജറ്റ് ലൈനിനെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഒക്കെ എഴുതി വെച്ചോ. ദെൻ ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് പറയാം ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി ടാൻജൻ്റ് ആകുന്ന ഈ ഒരു പോയിൻ്റാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയാം. ഓക്കെ. ദെൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഇതൊക്കെ വിത്ത് ഡയഗ്രാം ചോദിക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ അതിനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ദെൻ കാൽക്കുലേഷൻ ഓഫ് TVC, TFC, TC, AVC, AFC, AC, SMC ഇതും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്തായാലും ഒരു 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് AD കർവ് ഇൻ 2 sector എക്കോണമി. ഒരു 2 sector എക്കോണമിയിലെ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? C ബാറും I ബാറും. AD എന്താണ്? AD ഈസ് ഈക്വൽ ടു C ബാർ പ്ലസ് I ബാർ പ്ലസ് CY എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ AD കർവ് വരയ്ക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമൈൻ ചെയ്യാനായിരിക്കും പറയാം. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമൈൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? നമ്മൾ X ആക്സിസും Y ആക്സിസും വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഒറിജിനിൽ നിന്ന് ഒരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കാം. അതാണ് എന്ത്? അതാണ് നമ്മുടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ദെൻ ആ ഒറിജിനിൽ നിന്ന് ഒറിജിനിൽ നിന്നല്ല, Y ആക്സിസിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. അതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും കൂടി കൂട്ടിമുട്ടിയിരിക്കുന്ന ഈ ഒരു ലൈൻ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? അവിടെ താഴേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് Y സ്റ്റാർ, അതായത് ഇക്വിലിബ്രിയം ഇൻകം. ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം. ഇങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതൊരു ഷ്യൂർ ആയിട്ടുള്ളൊരു ഗ്രാഫാണ്. പിന്നെ RBIയുടെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്. അപ്പോൾ അത് രണ്ടും പഠിക്കണം. 8 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ അറിയാലോ, നാഷണൽ ഇൻകം കാൽക്കുലേഷൻ മെത്തേഡ് ചോദിക്കാത്തൊരു പ്രോബ്ലം ഇല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ അത് ചിലപ്പോൾ 2 ചോദിക്കും. ചിലവരെന്താ ചെയ്യാറ്? 3 മെത്തേഡ് ഉള്ളത് ഏതെങ്കിലും ഒരു എളുപ്പ മെത്തേഡ് മാത്രം പഠിച്ചുകൊണ്ട് പോകും. കാര്യമില്ല, നമ്മളോട് ചിലപ്പോൾ നേരിട്ട് പറയും പ്രോഡക്റ്റ് മെത്തേഡ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് എഴുതേണ്ടി വരും. അപ്പോൾ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ ഏകദേശം നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ഏകദേശം ഒരു കണക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ഓക്കെ, 8 16. പിന്നെ എന്താണ് ഇത് 8ാമത്തെ ചോദ്യം നമുക്കൊരു 4 മാർക്കിനായിരിക്കും വരുന്നത്. ദെൻ 7ാമത്തെ ചോദ്യം ഒരു 8 മാർക്കിനായിരിക്കും വരുന്നത്. പിന്നെ 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു 6ാമത്തെ ചോദ്യം
ഫ്ലെക്സിബിൾ അല്ലേ, അത് നമുക്കൊരു 5 മാർക്കിന് പ്രതീക്ഷിക്കാം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം 5 മാർക്കിന് പ്രതീക്ഷിക്കാം. പിന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ പ്രോബ്ലം നമുക്കൊരു 4 മാർക്കിന് പ്രതീക്ഷിക്കാം. പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് കാണാൻ 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൈസ് സീലിംഗ് കാണാൻ വേണ്ടിയിട്ട് 4 മാർക്കിന് പ്രതീക്ഷിക്കാം. അപ്പോൾ 45 4 49, പിന്നെ 49 4 ആയിട്ട് 49 4 നമുക്ക് എത്ര കിട്ടും? 53. ഏകദേശം ഒരു 53ൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്